വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇനി ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലക് പക്കോട റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്കോടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് പാലക് ലീഫ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പക്കോട ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, അതേസമയം നല്ല ഹെൽത്തിയുമാണ്. പാലക് ലീഫൊക്കെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഒരുവിധപ്പെട്ട ഷോപ്പുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഗൾഫിലാണെങ്കിൽ എല്ലാ ഷോപ്പുകളിലും നമുക്ക് ഒരു ദിർഹത്തിനൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരമൊക്കെ നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. ഇനിയിപ്പോൾ പാലക് ചീര ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാധാരണ ചീര ഉണ്ടല്ലോ, പച്ച കളറിലും അതുപോലെ ചുവപ്പ് കളറിലും ഒക്കെ ഉണ്ടാകുന്ന ചീര, അപ്പോൾ അത് വെച്ചിട്ടും ഇതേ സെയിം റെസിപ്പിന് നമുക്ക് ചെയ്യാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കപ്പ് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഒരു 2 നുള്ളു ഗരം മസാലയാണിത്. പിന്നെ വേണ്ടത് കുറച്ച് കായം പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയാണ്. പിന്നെ ചേർക്കുന്നത് സവാളയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്തത്. സവാളയൊന്നും കൂടുതൽ വേണ്ട, കുറച്ച് മതി. ഇത് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകാണ്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മല്ലിയാണ്. പിന്നെ ഒരു 2-3 നുള്ളു ചെറിയ ജീരകവും. അപ്പോൾ ഈ ചെറിയ ജീരകവും മല്ലിയും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഈ ഒരു റെസിപ്പി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനികളൊക്കെയാണ്. അപ്പോൾ അവർ അവരുടെ ടേസ്റ്റിൽ ചേർക്കുന്നതാണ് ഈ ചെറിയ ജീരകവും മല്ലിയൊക്കെ. അത് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. എന്നിട്ട് കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാലക് ലീഫ് ഇടാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തിക്കും അല്ല, എന്നാൽ ലൂസും അല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 കപ്പ് ലീഫുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് ഇതൊന്നുകൂടി മിക്സ് ചെയ്യണം. ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. പിന്നെ ഇതിങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോ സ്പൂൺ വീതം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പുറത്ത് കാണുന്ന ലീഫൊക്കെ പെട്ടെന്ന് കരിയും ചെയ്യും, ഇതിൻ്റെ ഉള്ളിലൊന്നും വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പക്കോടയാണ്. നല്ല എരിവുള്ള മീൻ ചട്നിയുടെ കൂടെയും സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ ചൂട് ചായയുടെ കൂടെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാലക് പക്കോട നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.